നമുക്ക് ഇവിടെ ഇരിക്കാനും റെക്കോർഡ് വെക്കാനും ഇവിടെ ഇരിക്കാനും റെക്കോർഡ് വെക്കാനും നമ്മുടെ പോലീസിന്റെ പെർമിഷൻ എടുക്കാം, അഡ്മിനിസ്ട്രേഷന്റെ പെർമിഷൻ എടുക്കാം, ആർഎസ്എസ്കാരുടെ പെർമിഷൻ എടുക്കാം. India is not Ramaraja! India is not Ramaraja! എന്നോട് നിങ്ങൾ 2 വായിച്ചു പിടിച്ചപ്പോൾ ഞാനത് മാക്സിമം പറഞ്ഞു. നിങ്ങളെ ഞാൻ നേരിട്ട് വന്നു പോലീസിനെ അയക്കാം. അവര് പോട്ടെ, നമ്മൾ പോകും. സാറ് പറഞ്ഞത് സാറിനോട് ഡിസ്റെസ്പെക്ട് ഉണ്ടായിട്ടല്ല. ഞാനും പോകുന്നില്ല. പൈസ സാറിന് ആലോചിച്ച് നോക്കണം. അവർക്ക് സെലിബ്രേറ്റ് ചെയ്യുന്ന ദിവസമുണ്ട്, അവർക്ക് പോയി സെലിബ്രേറ്റ് ചെയ്താൽ പോരെ? അവര് പോയി സെലിബ്രേറ്റ് ചെയ്തോട്ടെ, നമ്മളെവിടെ ഇരിക്കണേ എന്താ പ്രശ്നം? നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാനൊന്നുമില്ല. അവർക്കെല്ലാം കിട്ടി, അവർ സെലിബ്രേറ്റ് ചെയ്യട്ടെ. അവരിന്ന് സെലിബ്രേഷൻ പ്ലാൻ ചെയ്ത് അത്രേ ഉള്ളൂ. അവര് പോയി സെലിബ്രേറ്റ് ചെയ്തോട്ടെ, നമ്മളെവിടെ ഇരിക്കുന്നത് അവർക്ക് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. എന്ത് കിട്ടാനുള്ളത് ഇപ്പൊ നിങ്ങളുടെ സാക്കടക്കുന്നു ഇതൊക്കെ എന്താ പറയുന്നത് 10 ഒക്കെ ഇതിൽ റിലേറ്റഡ് ആവും. പിന്നെ പറയും പെട്ടെന്ന് അത് ക്യാപ്ചർ ചെയ്ത് എന്തെല്ലാം ഇല്ല, നമ്മള് തുടങ്ങിയല്ലോ. ഒരു ഒപ്പീനിയൻ പറയാൻ ഞങ്ങളുടെ ഒരു ഒപ്പീനിയൻ നമ്മള് പിന്നെ എന്താ നമ്മളിവിടെ അവർക്ക് ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുന്ന ദിവസം അവർ പോയി സെലിബ്രേറ്റ് ചെയ്തോട്ടെ. നമ്മളിവിടെ നമ്മൾ ആരും ഒരാളെ പോലെ ഞാൻ കാണിച്ചതാ സ്റ്റോറി. ഇവിടെ ഒറ്റ മനുഷ്യനില്ലാന്ന് പറഞ്ഞ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. മനസ്സിലായ? ഇവിടെ ഞങ്ങൾക്ക് ഒപ്പീനിയൻ പറയാൻ അവകാശമുണ്ട്. അത് ഞങ്ങൾ എക്സസൈസ് ചെയ്യണം. ചെയ്യുമ്പോ ഇപ്പൊ അവര് വന്ന് അത് ശക്തമായി ഇപ്പൊ നമ്മൾ പോയി കഴിഞ്ഞാൽ അവര് ജയിച്ചു എന്നാണ് അർത്ഥം. നമുക്കിവിടെ ഒപ്പീനിയൻ പറയാൻ അവകാശമില്ല എന്നാണ് അർത്ഥം. തീർക്കൂലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരിവിടെ നിന്ന് ഇറങ്ങി 5 മിനിറ്റിനുള്ളിൽ എന്തൊക്കെ നമുക്ക് ഇവിടെ ഇരിക്കാനും റെക്കോർഡ് വെക്കാനും ഇവിടെ ഇരിക്കാനും റെക്കോർഡ് വെക്കാനും നമ്മുടെ പോലീസിന്റെ പെർമിഷൻ എടുക്കാം, അഡ്മിനിസ്ട്രേഷന്റെ പെർമിഷൻ എടുക്കാം, ആർഎസ്എസ്കാരുടെ പെർമിഷൻ എടുക്കാം. ഇവിടെ ആരുമില്ല. ഇവിടെ മൂന്നാമത്തെ ഇവിടെ ക്യാമ്പസിൽ ഇരിക്കാനും പോസ്റ്റർ വെക്കാനും ഇവിടുത്തെ സ്റ്റുഡൻസിന്റെ പെർമിഷൻ എടുക്കാൻ സാറ് കണ്ടതല്ലേ അവരെന്താ കാണിച്ചതെന്ന്? അപ്പൊ ഞാൻ പോയിട്ടില്ല. നമ്മളിപ്പോ ഇവിടെ ബാക്ക് ഔട്ട് ചെയ്താൽ നിന്നതുപോലെ അവർ ജയിച്ചതുപോലെ അതായത് അവരുടെ ഒപ്പീനിയൻ ഇതിന്റെ സൊല്യൂഷൻ ശേഷം ഞങ്ങൾ വൈശാഖിലൂടെ പ്ലക്കാർഡ് കൊണ്ട് ഇറങ്ങുന്നു. 5 മിനിറ്റ് അവർ പോകുന്നു. 5 മിനിറ്റ് ശേഷം ഞങ്ങൾ ഒരു മണിയാകുമ്പോ അവര് പോകും. അവരടിച്ചാൽ ലോട്ടറി
they won't chant Jai Shri Ram once again in this camp. It's not a problem that they are chanting Jai Shri Ram. Sir, if we It's a leave- cultural thing for their people. It's a cultural thing. But we don't want it to be used in any other മക്കളെ function. മക്കളെ ഇപ്പൊ പോയി കഴിഞ്ഞാൽ അവരുടെ വയലൻസ് വിജയിച്ചു ഇവിടെ വയലൻസ് അല്ല വിജയിച്ചു It's a purely religious belief. It's a cultural belief. But that phrase has connotations in history that are against our people. So we need to be somewhat civil in this case. അവര് വയലൻസ് ആണ്, അവര് വയലൻസ് കൊണ്ട് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുവാണ്. ഇപ്പൊ പോയി കഴിഞ്ഞാൽ വയലൻസ് ജയിച്ചു എന്നാണ് അർത്ഥം. നമുക്ക് ഇതിന്റെ അകത്ത് വയലൻസ് ജയിക്കാൻ താല്പര്യമില്ല. ഇതിന്റെ അകത്ത് വയലൻസ് ജയിക്കത്തില്ല. വേറൊന്നും കൊണ്ടല്ല. എന്റെയോ നിന്റെയോ ഒന്നും സമരമല്ല, നമ്മളെല്ലാവരും പോലീസ് ഇത്രയും See, only this thing. If we go right now, we let the violence win. Yes. Because, see, from the moment we started this, they were trying to let us go through the acts of violence. The violent act should not win inside this campus. Everyone has the equal. Everyone has the equal right. They had shown their opinion yesterday in a Indian map. We have our right to show our opinion with this thing. If they feel hurt, they should feel hurt. ബ്രോ അത് കാണുന്നില്ല, അത് പൊക്കി പിടിക്കോ? അത് ആടാ മക്കളെ, ശ്രദ്ധിക്കല്ലേ? ഞാൻ